ഇന്ന് കാരന്തൂർ മർക്കസിൽ നടന്ന ഒരു ചടങ്ങിൽ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് രണ്ട് നിർദ്ദേശങ്ങൾ വെക്കുകയുണ്ടായി. അതിലൊന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ തുടങ്ങിവെച്ച ചർച്ചയുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ ഇപ്പോൾ സ്കൂളുകളിൽ അവധി നൽകാറുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അത് പുനഃക്രമീകരിക്കുന്നതിനെക്കുറിച്ച് മറ്റൊരു സമയത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് തുടങ്ങിവെച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ സാന്നിധ്യത്തിലാണ് ഉസ്താദ് തൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നൽകുന്ന അവധിക്ക് പകരം ഏറ്റവും ചൂടനുഭവപ്പെടുന്ന മെയ് മാസത്തിലും വലിയ മഴയുണ്ടാകുന്ന ജൂൺ മാസത്തിലും അവധി നൽകുന്നത് ആലോചിക്കാവുന്നതാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് പറഞ്ഞത് സ്കൂളിലെ പ്രവൃത്തി ദിനങ്ങൾ, അധ്യയന ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. സ്കൂളിൽ ആവശ്യമായ പ്രവൃത്തി ദിനങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന ചർച്ച കുറേ കാലങ്ങളായിട്ടുണ്ട്. കേരളത്തിൻ്റെ കാലാവസ്ഥയുമായൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ധാരാളം അവധികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അധ്യയന ദിനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പലരും പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഉസ്താദ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മർക്കസിൽ പറഞ്ഞ കാര്യം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 3 പരീക്ഷകളാണ്. ഓണപരീക്ഷകൾ, ക്രിസ്മസ് പരീക്ഷ, വാർഷിക പരീക്ഷ എന്നിങ്ങനെയാണ് പറയാറുള്ളത്. 2 ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്കൂളുകൾക്ക് അവധി നൽകാറുള്ളത് എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യാറുള്ളത്. ഏതായിരുന്നാലും ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം, നടന്നുകൊണ്ടിരിക്കുന്ന 3 പരീക്ഷകളെ 2 പരീക്ഷകളാക്കി ചുരുക്കി കൂടുതൽ പ്രവൃത്തി ദിനങ്ങൾ, അധ്യയന ദിനങ്ങൾ ഉണ്ടാക്കാമെന്നതാണ്. അത് സർക്കാരിൻ്റെ മുമ്പിലേക്കുള്ള ഒരു നിർദ്ദേശമായാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു പൗരനും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയിൽ ഇടപെടാനും സംസാരിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായാലും ശരി, മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും ശരി, മതപണ്ഡിതരായാലും ശരി, മതവിശ്വാസികളായാലും ശരി, ഇനി ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ആളായാലും ശരി, അവർക്കെല്ലാം ഈ ചർച്ചയുടെ ഭാഗമാകാവുന്നതാണ്, അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ഇങ്ങനെ പറയേണ്ടി വരുന്നതിൻ്റെ ഒരു സാഹചര്യം, ഉസ്താദിൻ്റെ നിർദ്ദേശങ്ങൾ വാർത്തയായി മാധ്യമങ്ങളിൽ ഇടം നേടിയതിന് പിറകെ സാമൂഹിക മാധ്യമങ്ങളിൽ വിവിധ ചാനലുകൾ അവരുടെ കാർഡുകൾ പ്രസിദ്ധപ്പെടുത്തുകയും വാർത്തയായി അത് പുറത്തേക്ക് വിടുകയും ചെയ്തു. ആ വാർത്തകൾക്ക് കീഴെ കേരളത്തിൽ നിന്നുള്ള പല ആളുകളും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ അതിനെ അനുകൂലിച്ചു, പക്ഷേ പ്രതികൂലിച്ച ആളുകളുമുണ്ട്. ഒരു വിഷയത്തോട് യോജിക്കാനും വിയോജിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യസ്തമായ വശത്തെ കൂടി ആളുകൾക്ക് അവതരിപ്പിക്കാനുള്ള അവകാശം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അത്തരം അഭിപ്രായങ്ങളും അഭിപ്രായ ഭേദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച കാര്യം അതല്ല. ഈ പ്രസ്താവനയെപ്പോലും, ഈ നിർദ്ദേശത്തെ പോലും വെറുപ്പിൻ്റെ ഉപാധിയാക്കി പലരും മാറ്റുകയും അസഹിഷ്ണുത ആളിക്കത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഒരാളുടെ കമന്റ് ഞാൻ കണ്ടത്, എല്ലാ കാര്യത്തിലും കയറി മതപണ്ഡിതന്മാർ ഇടപെടേണ്ടതില്ല, സ്കൂളിൻ്റെ കാര്യമൊക്കെ സർക്കാർ തീരുമാനിച്ചു കൊള്ളുമെന്നാണ്. മറ്റൊരാൾ കമന്റ് ചെയ്തത്, അക്കാലമൊക്കെ കഴിഞ്ഞുപോയി, ഇക്കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതന്മാരുടെ നിർദ്ദേശം കേട്ട് ഭരിക്കേണ്ട കാര്യം സർക്കാരിനില്ല എന്നാണ്. വേറെ ഒരാളുടെ കമന്റ് കണ്ടത്, ഉളുപ്പില്ലേ ശിവൻകുട്ടി ഇങ്ങനെ മതപണ്ഡിതരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ എന്നാണ്. നോക്കൂ, ഇത് നടപ്പാക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏകപക്ഷീയമായ ഒരു വേദിയിൽ പ്രഖ്യാപിക്കേണ്ട വിഷയവുമല്ലല്ലോ. ഉസ്താദ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഏതായാലും ആ അനേകം നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സർക്കാർ ഏതെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു അഭിപ്രായം പങ്കുവെച്ചു എന്നതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്ക് കീഴ്പ്പെടലാണ് എന്ന്, മന്ത്രിക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് എന്തുമേൽ ബാലിശവും അസംബന്ധവുമാണ് എന്നാണ് ആലോചിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു മതപണ്ഡിതനിവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് നമ്മുടെ ഏതെങ്കിലും നിയമപുസ്തകത്തിലുണ്ടോ? ഏതൊരാൾക്കും അഭിപ്രായം പറയാവുന്നതേ ഉള്ളൂ. വിശിഷ്യ കാന്തപുരം ഉസ്താദിനെ പോലെ ഒരാൾക്ക് ആ വിഷയത്തിൽ കൃത്യമായ അഭിപ്രായം പറയാനുണ്ടാകും. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാതൃകാപരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതൃത്വമാണ് ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ്. കേരളത്തിൽ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ
തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മറ്റു പല കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും ഒക്കെയായി ധാരാളം സമുച്ചയങ്ങൾ ഉസ്താദിന്റെ പ്രസ്ഥാനത്തിന് കീഴിലായി നടന്നു വരുന്നുണ്ട്. കേരളത്തിന് പുറത്താകട്ടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് മർക്കസിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുന്നി പ്രസ്ഥാനത്തിന് കീഴിലുള്ള അനേകം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവിടങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങളിലൊക്കെ നൂറുകണക്കിന് അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അധ്യാപകരല്ലാത്ത ജീവനക്കാരും ധാരാളം ആളുകൾ ഈ സ്ഥാപനങ്ങളിലെല്ലാം ജോലിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലിരിക്കുന്ന, രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നിരന്തരമായി സഞ്ചരിച്ചിട്ടുള്ള, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ള, അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു നേതൃത്വം, ഉസ്താദിനെ പോലൊരു നേതൃത്വം ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അതിനെ ഇങ്ങനെയൊക്കെ അസഹിഷ്ണുതയോടുകൂടി കാണേണ്ടുന്ന ആവശ്യം എന്താണ്? ഇത് ഇത്രയേ ഉള്ളൂ കാര്യം. എന്തും ഏതും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരമാക്കി ചില ആളുകൾ മാറ്റുകയാണ്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മതപണ്ഡിതന്മാർ എങ്ങനെ ഭരസിക്കാമെന്ന് ചില ആളുകൾ ആലോചിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം അസഹിഷ്ണുതയുള്ള കമൻറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അപകടത്തോടു കൂടി ആലോചിക്കേണ്ടി വരുന്നതും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒറ്റ കാര്യവും കൂടി പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലും, ഇന്ത്യയിൽ എന്നല്ല ലോകത്തെവിടെയും മതപണ്ഡിതന്മാർ അതത് കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെ സംബോധന ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ അധിനിവേശ ശക്തികൾ ആരായിരുന്നു? വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള, പിൽക്കാലത്ത് പലരും നേതൃപരമായ പങ്കുവഹിച്ച പോർച്ചുഗലിന്റെ അധിനിവേശം നമ്മുടെ രാജ്യത്ത് നടന്ന ആദ്യത്തെ യൂറോപ്യൻ അധിനിവേശമാണ്. ആ അധിനിവേശത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരിൽ പണ്ഡിതന്മാരുണ്ട്, മഖ്ദൂമുമാരുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന വിഖ്യാതമായ കൃതി രചിക്കപ്പെടാനിടയായ സാഹചര്യവും നമ്മൾ ഓർക്കുന്നുണ്ട്. ഡോക്ടർ MGS നാരായണൻ തുഹ്ഫത്തുൽ മുജാഹിദീനെ കുറിച്ച് പറഞ്ഞത്, ലോകഭാഷയിൽ ആദ്യമായി വിരചിതമായ അധിനിവേശ വിരുദ്ധ ഗ്രന്ഥം എന്നാണ്. AP മുഹമ്മദ് അലി മുസ്ലിയാർ നെല്ലിക്കുത്തിന്റെ വിവർത്തനത്തിനാണ്, ആ വിവർത്തനത്തിന് അവതാരിക എഴുതിയപ്പോഴാണ് ഡോക്ടർ MGS ഈ വാചകം ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ മതപണ്ഡിതന്മാർ രാഷ്ട്രീയമായ വിഷയങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തും അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷവും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം കൂടിയാണ് നമ്മുടെ നാട് രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് ഒരു മതപണ്ഡിതനെ, ഒരു മതനേതൃത്വത്തിന് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ അതെന്തോ വലിയ അപരാധമാണ് എന്ന് കരുതുന്ന ആളുകൾ, അങ്ങനെ എഴുതിവിടുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിന്റെ അധിനിവേശ വിരുദ്ധ പോരാട്ട ചരിത്രമെങ്കിലും വായിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം തീരുമാനിക്കാവുന്നതാണ് കേരളം ആരെല്ലാം ചേർന്നാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്, ഇക്കാണുന്ന കേരളം എങ്ങനെയെല്ലാമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന്.